ഞാൻ നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ നിന്നെ വിവാഹം കഴിക്കുന്നവൻ കുറച്ചെങ്കിലും നിന്നെ സംരക്ഷിക്കുമെന്ന്, നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെടണം. നാളെ തകരുമെന്ന് ഉറപ്പുള്ള ഒരു ബന്ധവും ഇന്ന് കൂട്ടി യോജിപ്പിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. എങ്ങനെയുണ്ടാ? ആ, നന്നായിട്ടുണ്ട്. എന്നാലും ഈ കല്യാണത്തിന് അടിച്ചു വരാമെന്ന് അണ്ണൻ കരുതി കാണല്ലോ അണ്ണ. അതെല്ലാം സ്വപ്നമായി പോയല്ലോ അണ്ണ. അതിസുന്ദരിയായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കാശുകാരൻ കല്യാണത്തിന് പങ്കെടുത്തില്ലെങ്കിലും നിന്റെ ശരീരത്തില് ആവശ്യത്തിന് സ്വർണം ഉണ്ട് മഞ്ജു. തന്റെ ഇരിപ്പ് കണ്ടാ തോന്നുമല്ലോ ഇതൊരു മരണ വീടാണെന്ന്. ഇതൊരു കല്യാണ വീടാണ്, അല്ലാതെ ആരും മരിച്ച വീടൊന്നുമല്ല. എല്ലാവരും താഴെയുണ്ട്. അവരുടെ മുന്നിലൂടെ എങ്ങനെയാ കണ്ണേട്ട നമ്മൾ പോണ്ടത്? തനിക്ക് കാലുകൊണ്ട് നടന്നു പോവാം, എനിക്ക് വീൽ ചെയറിലും. കണ്ണേട്ടനെ പോലെ ചങ്കുറപ്പ് എനിക്കില്ല. എന്റെ കൂടെ ജീവിക്കുമ്പോ എന്റെ ഭാര്യയ്ക്ക് ആ ചങ്കുറപ്പ് വേണം. മേഘനെ കല്യാണം കഴിച്ചിട്ട് നാളെ ഇവിടെ വന്നു നിൽക്കേണ്ടവളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും എനിക്ക് പറ്റില്ല എന്ന് അറിയാവുന്ന ഭാഷയല്ല ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ? എന്നാ അന്ന് ആ സ്വർണ്ണക്കടയിൽ വന്നപ്പോ ഇഷ്ടപ്പെട്ട സ്വർണ്ണം എടുത്തോട്ടെ എന്ന് കരുതിയാ മതിയായിരുന്നു. എന്തിന്? മേഘനെ തനിക്ക് അറിയില്ല. സ്വർണ്ണമൊക്കെ അവൻ ലോക്കറി വെക്കാന്നും പറഞ്ഞു വാങ്ങിക്കും. എന്നിട്ട് അവൻ അത് വിറ്റ് അവന്റെ അക്കൗണ്ടിലിടും. 100 പവനിന്ന് 10-60 ലക്ഷം രൂപ കിട്ടും. ആ കിട്ടുന്ന പൈസയ്ക്ക് അവൻ അടിച്ചു പൊളിക്കൊന്നും മാത്രമല്ല, മറ്റു പെൺകുട്ടികളുടെ പിന്നാലെ പോവുകയും ചെയ്യും. അവൻ എത്ര മാറാൻ ശ്രമിച്ചാലും പറ്റില്ല മഹി. സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് അറിയാതെ അവരുടെ പിന്നാലെ സഞ്ചരിക്കും. കല്യാണ ശേഷം അതിനൊക്കെ മാറ്റം വന്നാലോ? കല്യാണത്തിന് മുമ്പ് മാറ്റമല്ല, അതും കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് പോലും. തന്നോടവൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ട് എത്ര നാളായി കാണും? ആ, അത് നമ്മുടെ കല്യാണത്തിന് കുറച്ചു മുൻപാ. ആണല്ലോ. ആ സമയത്ത് എന്നെക്കാളും ഉണ്ണിയേക്കാളും മുന്നേ മേഘന്റെയും മഞ്ജുവിന്റെയും കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു. പിന്നെ അതൊന്നും നീണ്ടുപോയതാ. ആ സമയത്താ അവൻ തന്നോട് മോശമായിട്ട് പെരുമാറിയത്. സത്യം പറയാലോ, അന്ന് കല്യാണം ഉറപ്പിച്ചിരുന്നെങ്കിൽ അതെന്റെ കല്യാണത്തിന് മുന്നേ നടന്നേനെ. എങ്കിൽ വാരിക്കോരി ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്തേനെ. ഇപ്പൊ ഏതായാലും ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പോ. എന്തിനാണ് താൻ ഭയക്കുന്നത്? എനിക്കൊപ്പം ഏതു നേരവും തന്റെ അടുത്തോടെ നിൽക്കുകയാ വേണ്ടത്. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മഹി. അത് താൻ മനസ്സിലാക്കണം. വരാൻ നോക്ക്. കരുണ, നിനക്ക് സുഖാണോ? ഇതെന്റെ ബ്രദറാ. എന്താ പേര്? നിങ്ങൾ എല്ലാവരും കണ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും അങ്ങനെ പങ്കെടുക്കുന്നില്ല. ഇങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും ഏട്ടന്മാരുണ്ടാവും? സഹോദരങ്ങളെ നശിപ്പിക്കുകയാണ് ഇപ്പൊ അങ്ങനെ ജോലി, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി. ഞാനൊരു കേസിൽ കുടുങ്ങി, രക്ഷിക്കാൻ പോലും അയാൾ വന്നില്ല. ഇതെന്നെ കള്ളക്കേസ് കുടിക്കതാ. എന്നെ വിസ്തരിക്കുകയാണോ എല്ലാവരും? എന്നാലും കാണാ, ഇന്നത്തെ ദിവസം ഇങ്ങനെ മാറി നിൽക്കുന്നത് തെറ്റല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും അത് തെറ്റായി തോന്നും. എന്നാൽ എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ അതിലൊരു തെറ്റുമില്ല. അതുകൊണ്ടാ ഇന്ന് കല്യാണമായിട്ട് ഫൈനാൻസിയേഴ്സിലേക്ക് പോവാന്ന് ഞാൻ തീരുമാനിച്ചത്.
ഇവളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ 100 വട്ടം നീ ഈ കല്യാണത്തിന് പങ്കെടുത്തേനെ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാത്തിനും ഇവൻ തന്നെ നേതൃത്വം നൽകിയേനെ. ഇത്തിരി മുമ്പ് കൂടി കല്യാണത്തിന് പോകാത്തത് തെറ്റാണെന്ന് ഇയാൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു പെണ്ണ് ആണിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കയറി വന്ന പെണ്ണാണെന്ന് പറയുന്ന ഒരു ശീലം നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അത് കുറെയൊക്കെ ശരിയുമാണ്. എന്നാൽ രണ്ടാനച്ഛന്റെ വൃത്തികെട്ട സ്വഭാവം കണ്ടുമടുത്ത ഇയാള് എന്റെ ഭാര്യയായി വന്നത് എന്നെ നോക്കാനും അതോടൊപ്പം കുറച്ച് മനസമാധാനത്തിനും വേണ്ടിയാ. എന്നാൽ അത് തുടക്കം മുതലേ ഇല്ലാതാക്കാൻ ഇവിടെ ചിലര് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മഹിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട് ഈ മേഘനാഥൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണശേഷം ഞങ്ങളെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പല പണികളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ ഞങ്ങളുടെ മുറിയിലേക്ക് ഒരുത്തനെ കടത്തിവിട്ടത് അവനാ. എന്ന് നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ കണ്ണാ? 100% ഉറപ്പാ. ഇനി അത് തെളിയിക്കണമെങ്കിൽ തെളിയിച്ചുതരാം. ഇങ്ങനെ ഒരുത്തനെ എന്റെ പെങ്ങളെ കിട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഈ കല്യാണശേഷം ഞാൻ പറയുന്നത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അമ്മ അവളെ നടുക്കടലിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് ശരിയായി തോന്നില്ല, പക്ഷെ നാളെ അതൊക്കെ സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മേഘനുമായിട്ട് ഉടക്കി പിരിഞ്ഞ് അമ്മയുടെ മോൾ ഇവിടെ വന്നാൽ അവൾക്ക് ഉറപ്പായിട്ടും ഞാൻ സംരക്ഷണം കൊടുക്കും. പക്ഷേ അവനോടൊപ്പം ജീവിക്കുന്ന മഞ്ജുവിനെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കല്യാണം നന്നായിട്ട് നടക്കട്ടെ. അവൾക്ക് നന്മകൾ ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ കെട്ടാൻ പോകുന്നവൻ സ്വഭാവ ദൂഷ്യമുള്ളവനാണെന്നും മനസ്സിലാക്കിയിട്ട് അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് അവളുടെ ഭാഗത്തെ വലിയ തെറ്റാ. പാടോ, പോവാ. നിക്ക, ഇന്നത്തെ ദിവസം നിനക്ക് ഇങ്ങേരുടെ കൂടെ പോവാൻ തോന്നിയല്ലോ. കണ്ണേട്ടൻ വിളിച്ചാ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. കണ്ണേട്ടൻ കല്യാണത്തിന് പങ്കെടുക്കാൻ പറഞ്ഞാ ഞാൻ പങ്കെടുക്കും. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. എങ്ങനെയുണ്ട്? അല്ല, അവൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. മേഘന് കുട്ടിക്കാലത്ത് കുറച്ച് സ്വഭാവദോഷങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ സ്വഭാവ ദൂഷ്യമില്ലാത്ത പയ്യന്മാരുണ്ടോ എന്നുവെച്ച് അതൊക്കെ എന്നും നിലനിൽക്കൂ? എന്റെ മോൾക്കേ അനുഗ്രഹം പോലും കൊടുക്കാതെ അവൻ പോയിരിക്കുന്നെ. നന്നാവത്തില്ല, ഒരിക്കലും അവൻ നന്നാവില്ല. അവന്റെ കൂടെ ഒരുത്തി പോയിട്ടുണ്ടല്ലോ, അവള് തന്നെ അവന്റെ ജീവൻ എടുക്കും. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും, UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56. എടാ പ്രതാപ, കണ്ണനോടും ലക്ഷ്മിയോടുള്ള ദേഷ്യത്തിന് കരുണമോള് വാരി കോരിയാ പടിന് കൊടുത്തത്. അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയാകുമെന്നാ ഇപ്പോഴെന്റെ പേടി. പോട്ടം ഇങ്ങോട്ട് നിന്ന് പോട്ടമ്മേ. കല്യാണ സ്ഥലത്തെങ്കിലും നമ്മുടെ മോക്ക് തലയുർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലോ. അല്ല
നീ ഇത് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോവാ? എടാ അവളും അവിടെ കെട്ടിയവനും പോകുന്നില്ലല്ലോ. അപ്പൊ അവരുടെ കൂടെ ഇവിടെ സർക്കിട്ട് പോകാൻ ഒരുങ്ങിയതായിരിക്കും. അല്ല, ഞാനും നിങ്ങൾക്കൊപ്പം കല്യാണത്തിനാ വരുന്നത്. അയ്യടാ, നീ കല്യാണത്തിന് വരണ്ട. നീ വന്നു കഴിഞ്ഞാലേ ആൾക്കാർ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ശ്വാസം മുട്ടിക്കും. കണ്ണന് കാല് വയ്യെങ്കിലും അവൻ മടിയിലിരുത്തി ഒരുപാട് കൊഞ്ചിച്ചിട്ടുള്ള മഞ്ജുനെ. അങ്ങനെയുള്ളവനാ ഇന്ന് മാറി നിൽക്കുന്നേ. ഒരു തരി പൊന്ന് ആ കൊച്ചിന് കൊടുത്തിട്ടില്ല. എല്ലാം കൊടുത്താനെ. ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ. മോള് കണ്ണനോട് എല്ലാം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നിനും എതിര് നിന്നിട്ടില്ല. ഓ, പിന്നെ മഞ്ജുവിനെ കെട്ടാൻ പോകുന്ന പയ്യൻ കൊള്ളില്ലാന്ന് അവന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചതാ. കണ്ണന് മേഘനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പെങ്ങളുടെ ജീവിതം നന്നാകണമെന്ന് കരുതിയിട്ടാ ഈ കല്യാണത്തെ എതിർത്തത്. കണ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന പയ്യനെ അവള് കല്യാണം കഴിച്ചെങ്കിൽ അവൾ ആവശ്യപ്പെടുന്നതിനപ്പുറം കണ്ണൻ കൊടുത്തേനെ. എടിയടിയടി, നീ കൂടുതല് വളവളാന്ന് സംസാരിക്കണ്ട. ഈ പറയുന്ന കണ്ണനെയും നിന്റെ മോളെയും ഒക്കെ അവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതെ, എങ്ങോട്ടാ? പിന്നെ ആളെ കാണിക്കാനാന്നും പറഞ്ഞ് നീ അവിടെ വന്ന് നിക്കണ്ട. കമലേശ്വരത്തെ മരുമക്കടെ അമ്മച്ചി വന്നില്ലേന്ന് ആരെങ്കിലും ചോദിച്ചാ അതിന് ഞങ്ങള് മറുപടി പറഞ്ഞോളാം. അല്ല, ഉണ്ണിയുടെ അമ്മയും ഒക്കെ എന്നെ തിരക്കില്ലേ? ആരും തിരക്കത്തില്ല. മൂത്ത മോളും മരുമോനും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് വരാൻ ഒരു താല്പര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ വന്ന് പെണ്ണിനെയും ചെറുക്കനെയും പ്രാകാതെ നീ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഒരുങ്ങിച്ചമഞ്ഞു വന്നിരിക്കുന്നു. ആ, ഏതായാലും ഒരുങ്ങിക്കെട്ടി നിൽക്കുകയല്ലേ, നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിക്കാൻ നോക്ക്. എന്നിട്ടേ കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും പ്രാഗിക്കൊല്ല്. ഇപ്പൊ മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ചിലർക്ക് എന്നെ വിളിച്ചു, എന്താ കണ്ണാ കല്യാണത്തിന് പങ്കെടുക്കാത്തേന്ന്. അത് പിന്നെ വിളി വരുമല്ലോ. അവർക്കെല്ലാം കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. മേഘനെ അറിയാത്തവർക്ക് അവന്റെ സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ വെറുക്കാൻ ഒരു കാരണം കൂടിയായി. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, തന്റെ അമ്മ പോയി കാണോ കല്യാണത്തിന്? അമ്മ പോവാനായിട്ട് പുറപ്പെട്ടതാ. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അത് തടഞ്ഞു. നന്നായി. ആ കല്യാണത്തിന് പോയി വധൂവരന്മാരെ ആശീർവദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാളെ കരയാൻ വേണ്ടിയിട്ടാ ഇന്നത്തെ മഞ്ജുവിന്റെ സന്തോഷം. അതെനിക്ക് 100% ഉറപ്പാ. ഉണ്ണി അവളും തമ്മിലുള്ള സ്നേഹത്തെക്കാളും കൂടുതലാ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. അവൾ എന്തിനും ഏതിനും ആശ്രയിച്ചിരുന്നത് എന്നെയാ. ഞാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാ അവക്കും വേണ്ട. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏട്ടനാണ് ഞാനെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാന കർമ്മം ചെയ്യുന്ന സമയത്ത് അവൾ ഏട്ടനെ മറന്നു. ഏട്ടന്റെ വാക്കുകൾക്കും വലിയ വിലയും തന്നില്ല. ഇനി അനുഭവത്തിലൂടെ പഠിക്കട്ടെ. അത് കഴിഞ്ഞ് അവൾ അവളുടെ ഏട്ടനെ തിരിച്ചറിയട്ടെ. 11:30 കല്യാണം. 12:30 കഴിയുമ്പോ പുറപ്പെടും. ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പുറപ്പെടട്ടെ. നല്ലൊരു ജീവിതത്തിൽ നിന്നും ചതിയും വഞ്ചനയുള്ളൊരുത്തന്റെ ലൈഫിലേക്കാ അവൾ കടന്നു ചെല്ലുന്നത്. ആദ്യത്തെ 1-2 വർഷം അവൻ ചിലപ്പോൾ അവളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ അവൾ തിരിച്ചറിയുന്നത്
മുറച്ചെറുക്കൻ എന്താണെന്ന്. അവനും അവളും പങ്കെടുത്തില്ലെങ്കിൽ എന്താ? ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നല്ലോ. എന്നാലും കല്യാണ സമയത്ത് പെങ്കൊച്ചിനൊന്ന് അനുഗ്രഹിക്കാനെങ്കിലും അവൻ വരേണ്ടതായിരുന്നു സീമന്തിനി. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ഒരു കാലണ അവൻ ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഒരു തരി പൊന്നു പോലും പെൺകൊച്ചിന് കൊടുത്തിട്ടില്ല. അവനെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വെക്കട്ടെ, കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളൊക്കെ നോക്കിക്കോ ചേച്ചി, അവസാനേ അവളെല്ലാം അവളുടെ പേരിലാക്കിയിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അവനും അവളും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ക്ലൈമാക്സ് അത് തന്നെ. ഇനി ഐശ്വര്യമായിട്ട് രണ്ടുപേരും വലതുകാല് വെച്ച് അകത്തേക്ക് കയറും. മോളെ, കല്യാണം ആർഭാടമായിട്ട് നടന്നത് അവൻ കാണണം. മോള് കുറെ വീഡിയോസ് ഒക്കെ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതവൻ അയച്ചു കൊടുക്ക്, അവൻ കാണട്ടെ. ഇനി എന്തിനാ അവൻ അങ്ങനെ കാണുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? അതൊക്കെ ചെല്ലുമ്പോഴേ അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. അവനിപ്പോ അവന്റെ ഭാര്യയും കൂട്ടുകാരനും കൂട്ടുകാരന്റെ പെണ്ണും മാത്രം മതി, ബാക്കി ആരും വേണ്ട. അയ്യോ, ഈ ചികിത്സയോടെ അവന്റെ ശരീരം ആസകലം തളർന്നങ്ങ് പോയാ മതിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഭാർഗവേട്ട? ഇത്രയും നാള് മുന്നിൽ നിന്ന് കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് അവസാനം അവന്റെ കല്യാണം കഴിഞ്ഞപ്പോ അവനങ്ങ് കാലുമാറി കളഞ്ഞില്ലേ? ഒന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല സീമന്തിരി. അവൻ കാണിച്ച നന്ദികേടിനും നെറുകേടിനും അവന് തക്കതായ ശിക്ഷ കിട്ടിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? അതെ അതെ.
ബന്ധുക്കളൊക്കെ പുറത്തിരിക്കുമ്പോ അമ്മ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ ഇങ്ങനെയൊന്നുമല്ല എന്റെ മോളെ പറഞ്ഞു വിടാനിരുന്നത്. നമ്മുടെ ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ, എന്റെ മോളെ പറഞ്ഞു വിടുമ്പോ മോളുടെ ശരീരത്തില് 100-300 പവൻ കാണുമെന്ന്. ഈ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണമായിരിക്കും എന്റെ മോളുടെ കല്യാണം എന്ന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടിപ്പോ എനിക്ക് എങ്ങനെ ഇറക്കി വിടേണ്ടി വന്നല്ലോ. ഇപ്പോഴും കുറവൊന്നും ഉണ്ടായില്ലല്ലോ അമ്മേ. ആവശ്യത്തിന് സ്വർണം മഞ്ജുവിന്റെ കഴുത്തിലും കയ്യിലും കാതിലും ഉണ്ടായിരുന്നു. ഇത് വാശിയോടെ നടത്തിയ കല്യാണമല്ലേ അമ്മേ? അയാളില്ലെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല. ആര് പറഞ്ഞു ഉണ്ടായില്ലെന്ന്? സദ്യയെ പറ്റിയൊന്നും ആർക്കും വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ ചെലവില നമ്മള് സദ്യയൊക്കെ അറേഞ്ച് ചെയ്തത്. വന്നവരാണെങ്കിലോ കണ്ണൻ എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ ചോദിച്ചാ നന്നായില്ലേ അമ്മേ? അയാളുടെ സ്വഭാവം അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ, ഒരു കല്യാണം കഴിച്ചതോടെ കണ്ണേട്ടം മാറിയെന്ന് പറയാത്തവരായി ആരുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ മോനെ. ഈ കല്യാണത്തോടെ മഞ്ജുവിന് നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കിട്ടേണ്ടതല്ലായിരുന്നോ? ഇപ്പോ കണ്ണന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിലോ എന്തെല്ലാം കൊടുത്തേനെ അവൻ എന്റെ മോളെ അയക്കാൻ. ഇതിപ്പോ വീട്ടിൽ വെച്ചും അനുഗ്രഹിച്ചില്ല, മണ്ഡപത്തിൽ പോയും അനുഗ്രഹിച്ചില്ല. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. നമുക്കൊക്കെ അയാളിങ്ങനെ വാശി ഉണ്ടാക്കുന്നത് നല്ലതാ അമ്മേ. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയിരിക്കും. കിട്ടുന്ന പറയുന്നല്ലാതെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മേഘേട്ടനും മേഘേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒക്കെ വിചാരിക്കണം. നോക്കിക്കോ, അവന്റെ തലയിൽ ഇടുത്തി വീഴും. അവനെ മാറ്റിയെടുത്ത പഴുതാരയുണ്ടല്ലോ, അവളായിരിക്കും അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോകുന്നത്. അവൾ ഇത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്തവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മേ. കല്യാണത്തിന് മുൻപ് വരെ ഒതുങ്ങി നിന്നവള് കല്യാണത്തിന് ശേഷം നിന്ന നിൽപ്പിലൊരു മാറ്റമായിരുന്നു. ആ മാറ്റത്തിന്റെ ഫലം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും തമ്മിൽ വേർപിരിക്കാതെ ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അത് വേണം മോനെ. എങ്ങനെയും ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും തമ്മിൽ തെറ്റിക്കണം. അതാണ് പ്രയാസം. മഹാലക്ഷ്മിയെ അയാളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. അവിടെ പിന്നെ എങ്ങനെ വിള്ളലുണ്ടാക്കാനാ? കണ്ണൻ ലോഹ്യത്തിലായിരുന്നെങ്കിലേ 100-300 പവൻ അവളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കണ്ടേനെ. അവളുടെ അക്കൗണ്ടിലാണെങ്കിൽ ഒരു 4-5 കോടി ഇട്ടുകൊടുത്തേനെ. ഇതിപ്പോ ഒന്നുമില്ല. അതൊക്കെ കിട്ടിയിട്ടേ നിന്റെ കല്യാണം സൂപ്പറായിട്ട് നടത്താൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാനും നിന്റെ അച്ഛനും മേഘനും ഒക്കെ. മേഘേട്ടൻ കമലേശ്വരം ജ്വല്ലറി നോക്കി നടത്തുമായിരുന്നല്ലോ. അന്ന് മേഘേട്ടന് കുറച്ച് സ്വർണം ഇരു ചെവി അറിയാതെ മാറ്റിക്കൂടായിരുന്നോ? എങ്ങനെ മാറ്റുന്ന നീ ഈ പറയുന്നേ? എല്ലാത്തിനും കണ്ണന് കണക്കുണ്ട്. അവനെ വെട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. മേഘന് മേൽനോട്ടം മാത്രമേ ഉള്ളൂ. ബാക്കി കണക്കൊക്കെ കണ്ണന്റെ കമ്പ്യൂട്ടറിലാ. കണ്ണേട്ടനെ പിണക്കാതെ തന്ത്രപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നേനെ. നീ അതെങ്ങനെയാ? നിന്റെ ആങ്ങളെയും ഇപ്പൊ കേറി വന്നവളും ഒക്കെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ മരിച്ചു കിടക്കുന്നത് കാണാനല്ലേ ആഗ്രഹിച്ചത്? എടി, എന്നാ അതൊട്ട് നടന്നതുമില്ല, പിടിക്കപ്പെടുകയും ചെയ്തു. ഇനിയൊന്നും പറയണ്ട, മഞ്ജു ചേച്ചി വരുന്നുണ്ട്. വാ മോളെ. അതെ, കണ്ണൻ എന്തായാലും കുറ്റബോധമൊന്നും ഉണ്ടാവാതിരിക്കില്ല. അവൻ മിക്കവാറും കുറച്ചു കഴിഞ്ഞ് മോളുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടു തരുമായിരിക്കും. എനിക്ക് പ്രതീക്ഷയില്ല അമ്മായി. കണ്ണേട്ടിന് സഹായിക്കാൻ മനസ്സുണ്ടായാലും
അവരതിന് സമ്മതിക്കില്ല. അയാളുടെ ഭാര്യ ഇപ്പൊ തന്നെ കമ്പനിയിൽ അവര് ഭരണം തുടങ്ങി. ഉണ്ണിയിടിനും അമ്മാവനും ഒക്കെ ശമ്പളം കിട്ടണമെങ്കിൽ പോലും ഇനി അവരുടെ കാല് പിടിക്കണം. വല്ലാത്തൊരു ഗതികേടിലായി പോയല്ലോ മഞ്ജു ചേച്ചി. ഇനിയിപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടേ പറ്റൂ. അവൻ അവിടെ കാത്തിരിക്കുമായിരിക്കും. മോൾ ഇത് കൊണ്ടുപോയി കൊടുക്ക്. കോടികൾ കിട്ടുമെന്ന് കരുതിയിട്ടാ കുട്ടിക്കാലം മുതലേ പിള്ളേരെ ഒരുമിപ്പിക്കാന്ന് കരുതിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമെന്നായിരുന്നെങ്കിൽ ഈ ബന്ധം വേണ്ടായിരുന്നു. ഇനിയിപ്പോ നിന്റെ കാര്യം വരുമ്പോ ആരൊക്കെ സഹായിക്കാനുണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. കുറച്ച് ദിവസത്തിനുള്ളിൽ പുതുമോടിയുടെ സുഖവും സന്തോഷമൊക്കെ അങ്ങ് പോവും. അത് കഴിഞ്ഞ് ജീവിക്കണമെങ്കിൽ പൈസ തന്നെ വേണം. അതൊട്ടില്ല താനും. കാത്തിരുന്ന ദിവസം വന്നു അല്ലേ? ഇങ്ങനെ പാലും ജ്യൂസും ഒക്കെ എത്രത്തോളം നമ്മൾ കുടിച്ചു മോളെ? എന്നത്തെയും പോലെ അല്ലല്ലോ ഇന്ന്. കരുണയെടുത്ത് സഹായിച്ചതുകൊണ്ടാ കല്യാണം കുറച്ചെങ്കിലും ഭംഗിയായിട്ട് നടന്നത്. അതെ അതെ, നിന്റെ കരുണയെടുത്തിയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു കല്യാണത്തിന്. അവളുടെ അമ്മ പോലും വന്നില്ല, മഹാലക്ഷ്മിയുടെ. അവള് അമ്മയുടെ മോളാ. ആ അമ്മയെ പോലെ ആയിരിക്കും അവളും ജീവിക്കാൻ പോകുന്ന. രണ്ട് കെട്ടി കണ്ണനെ അവളിട്ടിട്ട് പോകും മോളെ. അത് വേണം. പക്ഷേ എനിക്ക് അവളെക്കാൾ ദേഷ്യം അയാളോടാ. അവൾ എത്ര വാശിയെടുത്താലും അവസാന നിമിഷം കല്യാണത്തിന് സഹകരിക്കുന്ന ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അവൻ ഒരു കാരണവശാൽ ഇന്ന് വരില്ലെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ഒപ്പം വളർന്നതാണെങ്കിലും അവൻ പഠിച്ചതും കളിച്ചു നടന്നതൊക്കെ എനിക്കൊപ്പമായിരുന്നു. നിന്റെ ഏട്ടൻ ഒരു തീരുമാനം എടുത്ത പിന്നെ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. സാരല്ലടി, അവനിന്ന് നിന്നെയും എന്നെയൊക്കെ വേദനിപ്പിച്ചവന് അവൻ ചങ്ക് പൊട്ടിക്കരയുന്നൊരു ദിവസം വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം നമ്മൾ സൃഷ്ടിച്ചിരിക്കും. ആ സത്യം. ആരാ മേഘേട്ടാ? അതൊരു അത്യാവശ്യ കോളാ. അല്ല, അതിനെന്തിനാ പുറത്തേക്ക് പോകുന്നു? അനവസരത്തിന് സംസാരിക്കുന്ന കൂട്ടുകാരാ. മോളെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതിനെ കുറിച്ച് കമന്റ് പറയാൻ വിളിക്കുന്ന അത് നീ കേക്കണ്ട. വീണ്ടും വിളിക്കുന്നു.
എന്താടി? എന്തിനാ നീ ഈ സമയത്ത് എന്നെ വിളിച്ചത്? എന്താ വിളിച്ചാല്? നിന്റെ കല്യാണത്തിന് ഞാൻ വന്ന് ശല്യം ചെയ്തില്ലല്ലോ. ദൂരെ നിന്നുപോലും ആ കാഴ്ച കണ്ടില്ല. അത് കാണാനുള്ള കരുത്തില്ലാത്തോണ്ടാ വരാതിരുന്നത്. എടി, നിനക്കിപ്പോ എന്താ വേണ്ടത്? എവിടെയാണ് മുറപ്പെണ്ണിനെയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പൊക്കെ? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിന്റെ ഒരു കുഞ്ഞിവിടെയുണ്ട്, അപ്പുമോൻ. അപ്പുവിന് ചിലവിന് കൊടുക്കുന്നത് നിർത്തരുത് കേട്ടോ. ഇടി, ഇന്നെന്റെ ഫസ്റ്റ് നൈറ്റാ. മണിയറിൽ എന്റെ പെണ്ണ് കാത്തിരിക്കുക. അറിയാം, അതുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ അപ്പുവിന് എന്താവശ്യമുണ്ടെങ്കിലും നീ അത് സമയത്ത് എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. നിന്റെ ഒരു കുഞ്ഞ് എന്റെ കയ്യിലുള്ളതുകൊണ്ട് നീയും ഞാനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി നീ ആ കുഞ്ഞ് നിന്റേതല്ലാന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് രണ്ടും കൽപ്പിച്ചു പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? അയ്യോ, ഒരിക്കലും അല്ല. നിന്നെ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യണോന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഞാൻ എന്നേ നിന്റെ മുറപ്പെണ്ണിനെ പോയി കണ്ടേനെ. നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരുത്തന്റെ ഭാര്യ ഇരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇനിയൊരു കല്യാണം കഴിക്കാനും താല്പര്യമില്ല. പക്ഷേ ചതിയിലൂടെ നീ ജനിപ്പിച്ച എന്റെ കുഞ്ഞുണ്ടല്ലോ, അത് വളർന്ന് ഒരു ജോലി സമ്പാദിക്കുന്നത് വരെ അതിന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും നീ നോക്കിയേ പറ്റൂ. ശരിടാ, വിഷ് യു എ നോട്ട് ഹാപ്പി മാരീഡ് ലൈഫ്. ആ പെങ്കൊച്ച് നിന്റെ തരികിട സ്വഭാവം മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56. മോളെ, ഈ വിളിച്ചവനെ ഞാൻ കല്യാണത്തിന് വിളിക്കാൻ വിട്ടുപോയി. സത്യം പറഞ്ഞ അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് അവന്റെ വായിരിക്കുന്ന പുളിച്ച വർത്താനം മുഴുവൻ കേൾക്കേണ്ടി വന്നു. നാവില് നല്ല ഒന്നും വരത്തില്ലടി അങ്ങനെയുള്ള ഒരുത്തന്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് അല്ലേ മേക്കേട്ടനുള്ളൂ. എങ്കിലും അവനൊക്കെ ആത്മാർത്ഥതയുള്ള കൂട്ടത്തില്, കണ്ണനെ പോലെ അല്ല. ആ, ഇനിയിപ്പോ ഒരു പാർട്ടി വെക്കണം. ഈ പങ്കെടുക്കാത്തവരെല്ലാരും കൂടി ചേർത്ത്. എന്തിനാ വെറുതെ പൈസ കളയുന്ന?
ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോ ഒരു 4-5 ലക്ഷം രൂപ ചെലവാവില്ലേ? പൈസ കൂട്ടി വെച്ചിട്ട് എന്താ മോളെ കാര്യം? ഇതിലാവശ്യമുള്ളത് കഴുത്തിലൊക്കെ ഇട്ടിട്ട് വെറുതെ ലോക്കറിൽ വെക്കാതെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്ങടാ? തൽക്കാലം അതൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് എനിക്കത് മാറ്റിയിടാനുള്ളതാ. അത് മാത്രമല്ല, ഏട്ടത്ത് തന്ന സ്വർണം വിറ്റു എന്നറിഞ്ഞാലേ അത് ഭയങ്കര മോശമാ. എടി, അതിനിതെല്ലാം നിന്റെ അടുത്ത് തന്നല്ലോ. ഒരു കാൽഭാഗമല്ലേ നിന്റെ അടുത്ത് തന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ നിനക്കുള്ളതും നിന്റെ അമ്മയുടെതൊക്കെ മാറ്റി വാങ്ങിയതല്ലേ. ഏതായാലും സ്വർണം വിറ്റുള്ള കളി വേണ്ട. എടി, ഫിക്സഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വളരും. സ്വർണം കയ്യിലിരുന്നാലും അത് വളർന്നോളും. ഇപ്പൊ ഫിക്സഡ് ഇടുന്നതിനേക്കാളും വളർച്ചയാ സ്വർണത്തിന്. ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന സ്വർണ്ണ വിലയെക്കാളും ഒരു 3 ഇരട്ടി വിലയെങ്കിലും ഇപ്പൊ സ്വർണത്തിന് കൂടിയിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് പങ്കെടുത്തില്ലെങ്കിലും ഏട്ടൻ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് സ്വർണ്ണമാണെന്ന്. അതുകൊണ്ടാണല്ലോ അവൻ സ്വർണ്ണമൊന്നും തരാതിരുന്നത്. നാണം കെട്ടവൻ. റിയാനോ? അതാരാ റിയാൻ? അടുത്തവള് വിളിക്കുന്നുണ്ടല്ലോ. എന്റെ കല്യാണത്തിന് വിളിക്കാത്തവളുമാരും വിളിച്ചോട് വിളിയ. ആരായി റിയാൻ? അറ്റൻഡ് ചെയ്യട്ടെ? വേണ്ട മോളെ. ഈ കല്യാണം വളരെ ചടങ്ങാക്കാത്തോണ്ടേ ഈ ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ടിനി ഇതുപോലെ വിളിയോട് വിളിയായിരിക്കും. വിളിച്ചത് റിയയാ. ഇവളുമാരൊക്കെ ഇന്ന് എന്നെ കരുതിക്കൂട്ടി വിളിക്കുകയാണെന്നാ തോന്നുന്നേ. ഫസ്റ്റ് നൈറ്റിലെ ഇത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാ. ഇനി ഈ സാധനം അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. കണ്ണന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു കുറവ് തന്നെയായിരുന്നു. എങ്കിലും അവനെ എതിർത്തിട്ടും നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലേ മോളെ? അത് വലിയ കാര്യം തന്നെയാ. അങ്ങനെ ഒന്നിച്ചതേ മേഘേട്ടന്റെ മിടുക്കല്ല, എന്റെ മിടുക്ക. ഞാനേ ഒരേ നിൽപ്പ് നിന്നു. മേഘേട്ടനെ തന്നെ മതിയെന്നും പറഞ്ഞു. അതിന്റെ നന്ദി സ്നേഹവും എന്നും എനിക്ക് നിന്നോടുണ്ടാവും മോളെ. കുറച്ചു കഴിഞ്ഞ് കണ്ണൻ ജീവിച്ചിരിക്കുവാണെങ്കിൽ അവനെ സ്വാധീനിച്ചുള്ളതെല്ലാം കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ നീ ഇതുവരെ ജീവിച്ചതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നിനക്ക് പറ്റില്ല. ഇന്നത്തെ ദിവസം മേഘേട്ടൻ പറഞ്ഞതുപോലെ അയാൾ പങ്കെടുക്കാതിരുന്നതിന്റെ ദേഷ്യമോ എനിക്ക് അയാളോടും അയാളുടെ ഭാര്യയോടും ഒക്കെ. അതിങ്ങനെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത് കൊണ്ട് ഒരു സന്തോഷവും ഇല്ല. അതൊക്കെ കളമോളെ. എന്റെ മോള് എന്തിനാ അതൊക്കെ ഓർക്കുന്നത്? എടോ, ഇന്നലെ കല്യാണത്തിന് വന്നവരൊക്കെ ചോദ്യങ്ങളുമായിട്ട് ചുറ്റും കൂടിയപ്പോ എല്ലാത്തിനും താനും തന്റെ അമ്മയും സാക്ഷികളായിരുന്നല്ലോ. വന്നവരെല്ലാവരും ചോദിച്ചത് കണ്ണൻ എവിടെയെന്നാ. ഈ കല്യാണത്തിന് അവനായിരുന്നു മുന്നിൽ നിൽക്കേണ്ടിയിരുന്നത്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ അവൻ മറ്റൊരാളായി. അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ട സമയമായി വാമേട്ടാ. എത്ര തവണ മറുപടി കൊടുക്കാൻ നോക്കിയിടൂ. തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുന്ന കണ്ണൻ തീർന്നു എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചതല്ലേ.
അങ്ങനെ തീർന്നെങ്കിൽ ഇന്നലെ കല്യാണ സമയത്ത് ഒരാളും ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. മരിച്ചവനെ കുറിച്ച് ആരെന്ത് ചോദിക്കാൻ? അവനും അവളും പങ്കെടുത്തില്ലെങ്കിലും അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഏട്ടന്റെ മരുമകളുടെ ദേഹത്തുണ്ടായിരുന്നല്ലോ. അത് തന്റെ മോള് കനിഞ്ഞതുകൊണ്ട്. ഈ കല്യാണത്തിന് അവളുടെ ദേഹത്ത് 100-300 പവൻ കിടക്കേണ്ടതാ. ആ സ്ഥാനത്ത് 10-75 പവൻ ഒപ്പിച്ചു. അതുപോലെ തന്നെ ഇത് വലിയ ആഡംബര കല്യാണം ഒന്നും ആയിരുന്നില്ല. സദ്യ പോലും വിചാരിച്ച പോലൊന്നും മെച്ചപ്പെട്ടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു വാമേട്ടാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൂടി ആലോചിക്കാം. കല്യാണത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് മേഘനൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ഇനി ഒരു അസ്ത്രം തൊടുത്താൽ അത് പിഴയ്ക്കാൻ പാടില്ല വാമേട്ടാ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമല്ലേ പ്രധാനം. വാമേട്ടന്റെ വീട്ടിലുണ്ട് ഒരു മോള്. അവളെ നല്ല നിലയിൽ കെട്ടിച്ചുവിടണ്ടേ? അതിനൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും തടസ്സമാ. ആ തടസ്സം എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ.